God's my shepherd, I'll not want. He makes me down to lie in pastures green. He leadeth me the quiet waters by. My soul he doth restore again, and me to walk doth make within the paths of righteousness before his own name's sake. നിങ്ങളെല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും സർവശക്തിയുള്ള ദൈവം ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നമുക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ആകയാൽ ദൈവത്തന്നായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരുതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. അവിടുത്തെ ശക്തിയാലും ജ്ഞാനത്താലും സകലത്തെയും സൃഷ്ടിക്കുകയും ഞങ്ങളുടെ രക്ഷിതാവായിരിക്കാൻ അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിക്കുകയും ചെയ്ത പിതാവായ ദൈവമേ, അവിടത്തേക്ക് സ്തുതി ഉണ്ടാകട്ടെ. പാവൊഴികെ സകലത്തിലും ഞങ്ങൾക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനും ഞങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും ഞങ്ങളുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത പുത്രനായ ദൈവമേ, അവിടത്തേക്ക് സ്തുതി ഉണ്ടാകട്ടെ. സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തുകയും ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ പകരുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടത്തേക്ക് സ്തുതി ഉണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് സകല മഹത്വവും സ്തുതിയും എന്നും എന്നേക്കും ഉണ്ടാകട്ടെ. ആമേൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ പരിശുദ്ധവചനം ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ അവിടുത്തെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുവാൻ അവിടുത്തെ കൃപാബലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവം നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നുവെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ കുറവുകളെ സർവശക്തിയുള്ള ദൈവത്തോട് നമുക്ക് ഏറ്റുപറയാം. വാക്കിലും പ്രവൃത്തിയിലും
ചിന്തകളിലും വന്നുപോയ കുറവുകൾ ക്ഷമിക്കാനായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഒന്നാമത്തെ പ്രാർത്ഥന. സർവശക്തിയും മഹാകാരുണ്യമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റി ചിന്നിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്താത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായി കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേലാൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും കൂടെ നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനും കാരുണ്യമുള്ളവനുമായ കർത്താവ് പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേക പ്രാർത്ഥന. ഉയർപ്പിന് പിൻപ് 6-ാം ഞായർ. പരിശുദ്ധാത്മാവിനായുള്ള കാത്തിരിപ്പ്. സർവാധികാരിയായ ദൈവമേ, പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുന്ന ശിഷ്യന്മാർക്ക് സമർത്ഥമായ അനുഗ്രഹങ്ങളെ നീ നൽകിയല്ലോ. ഉത്കണ്ഠ നിറഞ്ഞതും അതിലോലവുമായ ഞങ്ങളുടെ ജീവിതത്തെ ശക്തീകരിക്കുകയും പരിപോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ അപേക്ഷിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു. നിന്റെ ശുദ്ധീകരിക്കുന്ന ശക്തിയാൽ ഞങ്ങളെ തിന്മയുടെ പിടിയിൽ നിന്നും അനീതിയുടെ ലോകത്ത് നിന്നും വീണ്ടെടുക്കണമേ. അങ്ങനെ നിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം പ്രഘോഷിപ്പാൻ നിന്റെ പരിശുദ്ധാത്മാവിനാ ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നേക്ക് ഏകദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഈ വിശ്വാസത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദപാഠം യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള ദൈവവചനങ്ങൾ. യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പിൻ. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും? ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. നിങ്ങൾ കണ്ണു മേലോട്ട് ഉയർത്തി നോക്കുവിൻ. ഇവയെ സൃഷ്ടിച്ചതാർ? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവൻ വീരമഹാത്മ്യ നിമിത്തവും അവന്റെ ശക്തിയുടെ ആധിക്യ നിമിത്തവും അവയിലൊന്നും കുറഞ്ഞു കാണുകയില്ല. എന്നാൽ എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എന്റെ ന്യായം എന്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നു എന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഇവിടെ ഒന്നാം പാഠം വായിച്ച് അവസാനിക്കും. Let us read Psalm 51 responsively. Psalm 51. Have mercy on me, O God, according to your unfailing love. According to your great compassion,
blot out my transgressions. Wash away all my iniquity and cleanse me from my sin. For I know my transgressions, and my sin is always before me. Against you, you only have I sinned and done what is evil in your sight. So you are right in your verdict and justified when you judge. Surely I was sinful at birth, sinful from the time my mother conceived me. Yet you desired faithfulness even in the womb. You taught me wisdom in the secret place. Cleanse me with hyssop, and I will be clean. Wash me, and I will be whiter than snow. Let me hear joy and gladness. Let the bones you have crushed rejoice. Hide your face from my sins, and blot out all my iniquity. Create in me a pure heart, O God, and renew a steadfast spirit within me. Do not cast me from your presence, or take your Holy Spirit from me. Restore to me the joy of your salvation, and grant me a willing spirit to sustain me. Then I will teach transgressors your ways, so that sinners will turn back to you. Deliver me from the guilt of bloodshed, O God, you who are God my Saviour, and my tongue will sing of your righteousness. Open my lips, Lord, and my mouth will declare your praise. You do not delight in sacrifice, or I would bring it. You do not take pleasure in burnt offerings. My sacrifice, O God, is a broken spirit, a broken and contrite heart. You, God, will not despise. May it please you to prosper Zion, to build up the walls of Jerusalem. Let us read together. Then you will delight in the sacrifices of the righteous, in burnt offerings offered whole, then bulls will be offered on your altar. Glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. Today's second lesson is taken from Acts chapter 1 verses 1 to 11. Acts chapter 1 verses 1 to 11. In my former book, Theophilus, I wrote about all that Jesus began to do and to teach until the day he was taken up to heaven, after giving instruction through the Holy Spirit to the apostles he had chosen. After his suffering, he showed himself to these men and gave many convincing proof that he was alive. He appeared to them over a period of 40 days and spoke about the kingdom of God. On one occasion, while he was eating with them, he gave them this command: "Do not leave Jerusalem, but wait for the gift my Father has promised, which you have heard me speak about. For John baptized with water, but in few days you will be baptized with the Holy Spirit." So when they met together, they asked him, "Lord, are you at this time going to restore the kingdom of Israel?" He said to them, "It is not for you to know the times or dates the Father has set by his own authority. But you will receive power when the Holy Spirit comes on you, and you will be my witness in Jerusalem, and in all Judea and Samaria, and to the ends of the earth." After he said this, he was taken up before their very eyes, and a cloud hid him from their sight. They were looking intently up into the sky as he was going, when suddenly 2 men dressed in white stood beside them. "Men of Galilee," they said, "why do you stand here looking into the sky? This same Jesus who has been taken from you into heaven will come back in the same way you have seen him go into heaven." Here ends the second lesson. Gospel reading for the day is taken from the Gospel according to St. Luke, chapter 24, verses 44 to 49. Luke 24, 44 to 49. He said to them, "This is what I told you while I was still with you. Everything must be fulfilled that is written about me in the law of Moses, the prophets, and the Psalms." Then he opened their minds so they could understand the scriptures. He told them, "This is what is written: the Christ will suffer and rise from the dead on the third day, and repentance and forgiveness of sins will be preached in his name
to all nations, beginning at Jerusalem. You are witness of these things. I am going to send you what my Father has promised. But stay in the city until you have been clothed with the power from high. Thus ends the Gospel reading. ഇന്നത്തേക്കുള്ള പ്രത്യേക പ്രാർത്ഥന. ബർത്ത്ഡേ മിസ്റ്റർ കിഷൻകുട്ടി, വെഡിങ് ആനിവേഴ്സറി ജേക്കബ് ആൻഡ് ആർലിൻ, വിനോദ് ജൂലിയൻ ആൻഡ് റീന ഷോബി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരത്തിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ നമ്മുടെ സഭയിൽ കോവിഡ് ബാധയാൽ രോഗികളായിരുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകി വരുന്ന സൗഖ്യത്തിനായി നമുക്ക് ദൈവത്തിന് സ്തുതി അർപ്പിക്കാം. മറ്റ് രോഗികളെയും നമുക്ക് ഓർക്കാം. ഈ പ്രശ്ന സങ്കീർണമായ ലോകത്തിൽ നമുക്ക് പലതരത്തിലുള്ള വേദനകളും പ്രയാസങ്ങളും കാണുകയും കേൾക്കുകയും നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അവരെയും ദൈവകരത്തിൽ നമുക്ക് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചികിത്സയിലിരിക്കുന്ന രോഗികളെ നമുക്ക് ഓർക്കാം. ചികിത്സാ മാർഗങ്ങൾ, അതിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ, ത്യാഗത്തോടുകൂടി പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ച് നേഴ്സുമാർ, ഡോക്ടർമാർ, മറ്റ് സഹായികൾ, ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഇവരൊക്കെ നമുക്ക് ഓർക്കാം. ഉത്തരവാദിത്വത്തിലിരിക്കുന്നവർ ഉത്തരവാദിത്വത്തോടുകൂടി അനുകമ്പയോടുകൂടി ജനത്തെ സേവിപ്പാൻ ദൈവം സഹായിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാ കുടുംബങ്ങളെയും, പ്രായം ചെന്നവരെയും, കൊച്ചുമക്കളെയും, പലതരത്തിലുള്ള ഭാരത്തിലിരിക്കുന്നവരെയും, രോഗികളെയും ദൈവകരത്തിൽ കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. യേശു എന്നടിസ്ഥാനോ ആശയാവനീലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനു, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. രോഗമെന്നെ പീഡിച്ച ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാഥൻ, ദേഹം പുതുതാക്കിടാൻ വേഗം വരുമെന്നാഥൻ, ദേഹം പുതുതാക്കിടാൻ. ദൈവമായ കർത്താവേ, ഈ പ്രത്യേക സമയത്തിനാ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആയുസിന്റെ പുതിയ നന്മകളെ പ്രാപിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കുന്നു. വീണ്ടും ദീർഘായുസോടുകൂടി അവരെ സൂക്ഷിക്കണമേ. ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ദൈവത്തിന്റെ കരത്തിലേക്ക് തരുന്നു. കർത്താവേ, മറ്റാരെങ്കിലും പുതിയ വർഷത്തിൽ പ്രവേശിച്ച് കൂട്ടായ്മയിൽ അറ്റൻഡ് ചെയ്യുന്നുവെങ്കിൽ അവരെയും ജീവിതം അങ്ങ് അനുഗ്രഹിച്ച് വാഴ്ത്തി നന്മയ്ക്കായി വീണ്ടും നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കുടുംബമായി കഴിയുന്ന പ്രിയപ്പെട്ടവർ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ വിവാഹ വാർഷിക ദിനത്തിൽ പ്രവേശിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരത്തിൽ അർപ്പിക്കുന്നു. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായെങ്കിലും സർവശക്തിയുള്ള ദൈവം അവരെ നിലനിർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. അവരുടെ കുടുംബ അനുഗ്രഹകരമായിരിക്കാൻ അങ്ങ് സഹായിക്കണമേ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം. നന്ദിയോടും സ്തോത്രത്തോടും കൂടെ തിരുസന്നിധിയിലായിരിക്കാൻ അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പലതരത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ലോകത്തെ ഞങ്ങൾ ഓർക്കുന്നു. രോഗഭയം,
യുദ്ധഭീഷണി, ഇത്തരത്തിൽ പലതരത്തിലുള്ള ഭീഷണികൾ. കർത്താവെ, ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു അങ്ങേക്ക് മാത്രമേ പൂർണ്ണമായി പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിയുള്ളൂ എന്ന്. കർത്താവെ, അങ്ങ് യുദ്ധങ്ങളെ നടത്തുന്നവനാണ്, രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്, ആശ്വാസം പകരുന്നവനാണ്, സകലത്തിന്റെ മേലും ആധിപത്യമുള്ളവനാണ്. കർത്താവെ, ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും, എല്ലാ രോഗികളെയും, എല്ലാ മാതാപിതാക്കളെയും, എല്ലാ കുഞ്ഞുങ്ങളെയും, എല്ലാ യുവാക്കളെയും, യുവതികളെയും, എല്ലാവരെയും ദൈവത്തിന്റെ കരത്തിലേക്ക് തരുന്നു. കർത്താവെ, ഈ ആരാധന ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ആസ്വദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കാതെ വെറുതെ വരികയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, അത് പ്രവർത്തിക്കണമേ. ഈ ലോകത്തിലെ എല്ലാ വ്യക്തികളെയും, പ്രത്യേകിച്ച് ഈ രോഗത്തെ ശുശ്രൂഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ഡോക്ടേഴ്സിനെയും, എല്ലാ പ്രവർത്തകരെയും, കർത്താവെ, ഇതിലേക്ക് നേതൃത്വം കൊടുക്കുന്നവരെയും ഭരണസാരഥ്യം വഹിക്കുന്നവരെയും ഓർക്കുന്നു. കർത്താവെ, അവർക്കും ശുഷ്കാന്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിഷ്ക്രിയത്വം അങ്ങ് മാറ്റിക്കളയണമേ എന്ന് ഞങ്ങളെ കൂടെ അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളെ താഴ്ത്തുന്നു, അവിടുത്തെ കരത്തിലേക്ക് തരുന്നു. കുറവുകളെല്ലാം ക്ഷമിച്ചു തരണം, തിരുസാന്നിധ്യം പകരണം, ദുഃഖത്തിലിരിക്കുന്നവരെ അങ്ങ് ആശ്വസിപ്പിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള വിഷയം പരിശുദ്ധാത്മാവിനായുള്ള കാത്തിരിപ്പ്, വെയിറ്റിംഗ് അപ്പോൺ ദ ഹോളി സ്പിരിറ്റ് എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ശ്രദ്ധിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത്. അതിൻ്റെ ഉപയോഗത്തിലും രീതിയിലും ആചാരത്തിലും വ്യവസ്ഥകളിലുമൊക്കെ സഭയിൽ വ്യത്യസ്തത കാണുന്നത് കൊണ്ട് ജനത്തിൻ്റെ മനസ്സിലും വ്യത്യസ്തമായി ചിലപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത് ശരി, മറ്റുള്ളത് തെറ്റ് എന്ന് പറയുവാൻ പരിശുദ്ധാത്മശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ആർക്കും കഴിയുന്നതല്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ ചില കാര്യങ്ങളിൽ ഐക്യപ്പെട്ടും മറ്റ് പല കാര്യങ്ങളിലും വ്യത്യസ്തമായും ഇരിക്കുന്നു. അത് നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. പഴയ നിയമ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് മറഞ്ഞിരുന്ന ഒരു ചിന്തയല്ല. അവിടെയും വ്യക്തമായി പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള സൂചനകൾ നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ അറിയുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള സൂചിപ്പിക്കുന്ന ഭാഗം
രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദിയിൽ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തോട് കൂടി ചേർന്ന് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ഉണ്ടായിരുന്നു എന്ന് നാം ഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇത് പരാമർശിക്കുന്നു എങ്കിലും കാലാകാലങ്ങളിൽ ആവശ്യത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരികയും ദൗത്യം നിർവഹിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ തിരികെ പോക്കും നടന്നിരുന്നു എന്ന് അറിയുന്നു. ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തിയിലോ അല്ലെങ്കിൽ ഭൂമിയിലേക്കോ ഇറങ്ങി വന്ന് ദൗത്യ നിർവഹണം പൂർത്തീകരിച്ചിരുന്നു എന്ന് വേദഭാഗങ്ങളിൽ നാം മനസ്സിലാക്കുന്നു. അതിനാൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു പുതിയ അനുഭവമല്ല, അത് ഒരു പഴയ അനുഭവമാണ്. ആരംഭകാലം മുതലേ തന്നെ അത് പ്രവർത്തിച്ചിരുന്നു. ഇപ്പോഴും പുതുക്കത്തിൻ്റെ പ്രക്രിയയിൽ പരിശുദ്ധാത്മാവ് പങ്ക് ചേർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് മനുഷ്യനിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒന്നല്ല, വസ്തുക്കളിലും മൃഗങ്ങളിലും ഒക്കെ പ്രവർത്തിച്ചിരുന്നു എന്ന് നാം ഗ്രഹിക്കുന്നു. മോശയുടെ വടി, ദാവീദിന്റെ കിന്നരം, ഏലിയാവിന്റെ പുതപ്പ്, ബിലയാമിന്റെ കഴുത, ശിംശോന്റെ തലമുടി, ഇവരൊക്കെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിരുന്നു. ഇതെല്ലാം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച അടയാളങ്ങളും രേഖകളും ആയി വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. സമാഗമന കൂടാരം, ഗിദെയോനിൽ വ്യാപരിച്ച ശക്തി, ഏലിയാവിൽ വ്യാപരിച്ചത്, ദാവീദ് ഉപയോഗിച്ച കല്ലിലും കവണയിലും വ്യാപരിച്ചത്, ഇതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്ന് നാം അറിയുന്നു. യെശയ്ക്കൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമുള്ള ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. വീണ്ടും നമ്മൾ വായിക്കുന്നു: ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. യെശയ്ക്കൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോഴും ഈ സൂചനയുണ്ട്. എന്നാൽ യെശയ്ക്കൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ആ ദർശനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശ്വാസം പോലെയാണ്. അത് മനുഷ്യനെ ജീവിപ്പിക്കുന്ന റൂഹയാണ്, കാറ്റാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അവിടെ തന്നെ പറയുന്നു, ഇസ്രായേൽ അവസ്ഥ ശവക്കുഴിയുടെ അവസ്ഥയായാലും അവയിൽ നിന്ന് വിടുവിച്ച്, ആ അവസ്ഥയിൽ നിന്ന് വിടുവിച്ച് അവരെ തിരികെ കൊണ്ടുവരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവരെ തിരികെ കൊണ്ടുവരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ശവശരീരങ്ങളിൽ വ്യാപരിക്കുമ്പോൾ അതൊരു സൈന്യമായി നിലനിൽക്കുമെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശ്വാസമാണ്, ദൈവത്തിൻ്റെ പവറാണ്, ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന കാറ്റാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. യോബിന്റെ പുസ്തകത്തിൽ 26-ാം അധ്യായം 13 വാക്യം വായിക്കുമ്പോഴും ദൈവത്തിൻ്റെ ശ്വാസത്തെക്കുറിച്ച് നാം ഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് യോഹന്നാന്റെ സൂചന നിക്കോദിമോസുമായിട്ട് സംസാരിക്കുമ്പോൾ അവിടെയും ഈ വചനത്തിൻ്റെ വ്യക്തത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഞാൻ ഈ പഴയ നിയമത്തിൽ നിന്ന് പറയുകയാണ്, പുതിയ നിയമത്തിൻ്റെ അനുഭവം മാത്രമല്ല. പഴയ നിയമത്തിലും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു അനുഭവമുണ്ട്. പക്ഷെ പല ഭാഗങ്ങളായിട്ട് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം അത് വായിച്ചും പഠിച്ചും ഗ്രഹിച്ചും എടുത്ത് അത് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു എന്നും കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു കൊള്ളട്ടെ.
സെക്കറിയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ ന്യായപ്രമാണവും സൈന്യങ്ങളുടെ യഹോവ തന്റെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകൻ മുഖാന്തരം അയച്ച വചനങ്ങളും കേട്ടനുസരിക്കാതെ വണ്ണം ഹൃദയങ്ങളെ വജ്രം പോലെ ആക്കിയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം വരുന്നത്, ദൈവത്തിന്റെ വചനം അയക്കുന്നത്, പ്രവാചകന്മാരത് വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ കൂടെയാണ്. പത്രോസ് അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 പത്രോസ് 1:12 സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവ്. 2 പത്രോസ് 1:21 പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവം പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത് എത്രയും. അപ്പം വചനം എത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെയാണ്. അതിനാണ് ഇന്നത്തെ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അതിനായി, ശിഷ്യന്മാരതിനായി കാത്തിരിക്കണമെന്ന്. ഞാൻ പിന്നെ വ്യാഖ്യാനിക്കുവാനായി ശ്രമിക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 31-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളെ ഒക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവിൻ, നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവിൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിന് മരിക്കുന്നു? നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ പുതിയൊരു ഹൃദയം പ്രാപിക്കുക. അതിലേക്ക് വേണ്ടി നിങ്ങൾ അതിക്രമങ്ങളൊക്കെ ഉപേക്ഷിക്കുക. അതിക്രമങ്ങളെ ഉപേക്ഷിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മൾ പ്രവർത്തിക്കുവാൻ കഴിയുള്ളൂ എന്നാണ് ഈ വചനത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാനായി സാധിക്കുന്നത്. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കിയാൽ ഇനി എൻ്റെ മുഖം അവർക്ക് മറയ്ക്കയില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം 10-ാം വാക്യം നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും, ദൈവത്തെ ശരിക്കും അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. മറ്ററിവുകളും പ്രസംഗത്തിലുള്ള അറിവുകളും നമുക്ക് ബുദ്ധി ലഭിക്കുമായിരിക്കും. പക്ഷേ ആത്മാവിലൂടെ മാത്രമേ ദൈവത്തെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആവശ്യമുണ്ട് എന്ന് നാം ഗ്രഹിക്കണം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പിതാവ് ആരാണെന്ന് മനസ്സിലാക്കി തരും, ക്രിസ്തു ആരാണ്, പുത്രൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുമെന്ന് ഉള്ള സൂചന യോഹന്നാന്റെ സുവിശേഷത്തിൽ കൊടുത്തിട്ടുണ്ട്. നെഹേമ്യ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 20-ാം വാക്യത്തിൽ, അവർ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു, അവരുടെ കൊറ്റിന് മുട്ടുവരാതെ നിന്റെ മന്നയെയും അവരുടെ ദാഹത്തിന് വെള്ളത്തെയും കൊടുത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മോശയെക്കുറിച്ച് പറയുമ്പോഴുള്ള ആ ഭാഗത്താണ് ഈ ഭാഗം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മോശയ്ക്ക് നല്ല ആത്മാവിനെ കൊടുത്തു ജനത്തെ ഉപദേശിക്കുവാൻ, ജനത്തെ നിയന്ത്രിക്കുവാൻ. അതുകൊണ്ട് ഇത് എല്ലാവർക്കും ദൈവം തരാനായി ആഗ്രഹിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 27-28 ഇത് പഠിക്കുമ്പോൾ ദൈവത്തിന് മുഖപക്ഷമില്ല. അവിടെ പറയുന്നു, ഞാൻ സകല ജനത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷഭേദമില്ലാതെ താല്പര്യത്തോടുകൂടി ആര് വരുന്നുവോ, ആര് കാത്തിരിക്കുന്നുവോ, ആര് തങ്ങളുടെ അതിക്രമങ്ങളെ ഉപേക്ഷിക്കുന്നുവോ അവർക്ക് ഈ പുതിയ അനുഭവം ലഭ്യമാകും എന്ന് ദൈവവചനത്തിൽ പറയുന്നു. സുവിശേഷത്തിൽ മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവ് യേശുവിലും ഉണ്ടെന്ന് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായത്തിന്റെ 42-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവന്റെ മേൽ വച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിനെ മശിയെ കുറിച്ചുള്ള സൂചനയാണ്. 2-ാം യെശയ്യാവ് പറഞ്ഞ ഭാഗമാണ് ഞാനിവിടെ പറഞ്ഞത്. 1-ാം യെശയ്യാവിലും പറയുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോഭക്തിയുടെയും ആത്മാവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് പിതാവിൽ നിന്നുണ്ട്, പുത്രനിൽ നിന്നുണ്ട്,
അത് മാത്രമല്ല, എല്ലാവരിലും പകരപ്പെടുമെന്ന് തന്നെ യെശയ്യാവ് പറഞ്ഞിട്ടുണ്ട്. 44-ന്റെ 3-ാം വാക്യം, നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. അത് പത്രോസ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 2-ാം വാക്യത്തിൽ, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായിരിക്കുന്ന എല്ലാവർക്കും ഉള്ളതല്ലയോ, തലമുറയായി പകരുവാൻ, പക്ഷഭേദമില്ലാതെ പകരുവാൻ പിതാവിനും പുത്രനും അധികാരമുണ്ടെന്നുള്ള വ്യക്തമായ അറിവ് പഴയ നിയമത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പുതിയ നിയമം അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. വീണ്ടും നമ്മൾ പുതിയ നിയമത്തിലെ ചിന്തയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നതിന് മുമ്പായിട്ട് ഈ ആത്മാവ് നിന്നു പോകാതിരിക്കാനായി ഒരു പ്രാർത്ഥന ദാവീദ് നടത്തി. ഇന്നത്തെ സങ്കീർത്തനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സങ്കീർത്തനം 51-ാം അധ്യായം 10-11 വാക്യത്തിൽ, ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ, വന്നും പോയി നിന്ന ഒരനുഭവമുണ്ട്, പക്ഷേ ഞങ്ങൾക്കത് സ്ഥിരമായി വേണം, എനിക്കത് വേണം. സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പകരണമേ, നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അതെന്താണെന്ന് വ്യക്തമാക്കുവാനായി യേശുക്രിസ്തു ശ്രമിച്ചു. ശിഷ്യന്മാരെ അത് പഠിപ്പിച്ചത് മാത്രമല്ല, അതിനുവേണ്ടി കാത്തിരിക്കണമെന്നും പറഞ്ഞു. സഭയ്ക്കും സഭയുടെ പ്രവർത്തനത്തിനും അത് ഏറ്റവും ആവശ്യമാണെന്നും പഠിപ്പിച്ചു. പ്രത്യേകിച്ച് ഞാൻ കുറിച്ച് വിശാലമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം, 16-ാം അധ്യായം 7, 8, 13, 14, 15, വീണ്ടും അതിന്റെ 27-ാം വാക്യം, 16-ാം അധ്യായം 7, 8, 13-ാം വാക്യം, ഇവയെല്ലാം നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അവിടെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് അയപ്പാനുള്ള കാര്യസ്ഥനായ സത്യത്തിന്റെ ആത്മാവെന്ന് യേശു പറയുന്നു. ഈ സത്യത്തിന്റെ ആത്മാവ് ദൈവത്തെക്കുറിച്ചുള്ള നല്ല സാക്ഷി നിങ്ങളെ പഠിപ്പിക്കുമെന്ന് യേശു അവരെ ഉദ്ബോധിപ്പിച്ചു. ഈ ലോകം വിട്ടുപോകുമ്പോൾ പകരക്കാരനായി, സബ്സ്റ്റിറ്റ്യൂട്ടായി പരിശുദ്ധാത്മാവിന് ആവശ്യമാണ്. യേശുക്രിസ്തുവിന്റെ വിട്ടുപിരിയാത്ത സാന്നിധ്യം തുടർന്നും സഭയ്ക്കകത്തുണ്ടാകുവാൻ ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആവശ്യമാണെന്ന് വ്യക്തമാക്കി അവർ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഏതെല്ലാം രീതിയിൽ, ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ, ഉപദേശിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു ഗൈഡ് എന്നുള്ള രീതിയിൽ, ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ, വാദിക്കുന്ന രീതിയിൽ, ഒരു സഹായി എന്നുള്ള രീതിയിൽ, ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട്, മറ്റൊരു സഹായിയായിട്ട് പരിശുദ്ധാത്മാവിന് ആവശ്യമാണ് എന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചു. സഭയ്ക്ക് പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് ഇല്ലാത്ത വ്യക്തികളെ സഭാജനങ്ങളെന്ന് പറയാൻ നമുക്ക് ദൈവത്തിന് സാധിക്കില്ല. നമ്മൾ ഒരുപക്ഷെ പറയുമായിരിക്കും. അതുകൊണ്ട് ഈ അനുഭവം നമ്മൾ പ്രാപിക്കേണ്ടത് അത്യന്താപേക്ഷിതമായി തീർന്നിരിക്കുന്നു. ഇനി നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അല്പമായി നമുക്ക് ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 44 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ, അതുപോലെ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം. ഈ രണ്ടിന്റെ എഴുത്തുകാരൻ ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് സാഹചര്യം ഒന്നുപോലെ തന്നെയാണ്. ഈ ലൂക്കോസ് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന തുടർച്ചയാണ് അപ്പോസ്തലപ്രവൃത്തിയിലും പറഞ്ഞിരിക്കുന്നതെന്ന് രണ്ട് ഭാഗങ്ങളും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രത്യേകിച്ച് അതിലെ പ്രധാനപ്പെട്ട വിഷയം, ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളതാണ്. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ നമുക്ക് എന്ത് പരിവർത്തനം നമുക്കുണ്ടാകുമെന്നും അതിലൂടെ സമൂഹത്തിലും ലോകത്തിലേക്കും പരിവർത്തനം ഉണ്ടാകുമെന്നും പഠിപ്പിക്കാനായിട്ട് ലൂക്കോസ് ശ്രമിക്കുന്നു. ലൂക്കോസ് ഉദ്ദേശിച്ച പല കാര്യങ്ങളുടെയും ചുരുക്കം ഈ ഭാഗത്ത് ഇടകലർന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. യെരുശലേം ആലയത്തിൽ കേന്ദ്രീകരിച്ചതായ ആ കൂട്ടായ്മ യെരുശലേമിൽ തന്നെ അവസാനിക്കുന്നു. ആ മേശയുടെ കൂട്ടായ്മയെക്കുറിച്ച് വളരെ വ്യക്തത വരുത്തുന്നു. സമാധാനത്തിന്റെ സന്ദേശമാണ് പ്രധാന ലക്ഷ്യമെന്ന് വെളിപ്പെടുത്താനായി ശ്രമിക്കുന്നു. എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണമാണ് യേശുക്രിസ്തുവിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് ചുരുക്കമായി പ്രതിപാദിക്കുന്നു. അതുമാത്രമല്ല, സാക്ഷ്യം വഹിക്കുകയാണ് ശിഷ്യന്മാരുടെ ആവശ്യമെന്നും അതിനാൽ പരിശുദ്ധാത്മാവ്
ഏറ്റവും ആവശ്യമായിരിക്കുന്നു എന്നും അങ്ങനെയുള്ള ആ ചിന്ത പ്രത്യേകിച്ച് ഈ വേദഭാഗത്ത് മുന്തി നിൽക്കുന്നു. മാത്രമല്ല യേശുക്രിസ്തു അവരുടെ മുൻപിൽ വെച്ച് ആഹാരം ഭക്ഷിക്കുന്നു. അതോടെ യേശുക്രിസ്തു ഒരു പ്രേതമല്ല എന്ന് ഉള്ള സംശയം ദൂരീകരിക്കുന്നു. അങ്ങനെ സംശയ ദൂരീകരണം നടത്തി അവിടെ മനസ്സും അവിടെ കണ്ണും തുറന്ന് ഉൾക്കാഴ്ചയുള്ള ഉണ്ടാക്കുവാനായി യേശുക്രിസ്തു ശ്രമിക്കുന്നു. തിരുവെഴുത്തിന്റെ നിവർത്തി യേശുക്രിസ്തുവിന്റെ കഷ്ടത്തിലൂടെയും മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും പൂർത്തീകരിച്ചു എന്ന ആ പ്രഖ്യാപനം ഇവിടെ നടക്കുകയാണ്. ഇനി യേശുവിന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ ആരംഭിച്ച് സകല ജാതികളിലും പ്രസംഗിക്കണം എന്നും, അങ്ങനെ ഈ ശിഷ്യന്മാരായ ഈ വ്യക്തികൾ യേശുക്രിസ്തുവിന്റെ സകല പ്രവൃത്തിക്കും സാക്ഷ്യം, അതിനുശേഷം ഈ സാക്ഷ്യം ജനങ്ങളിൽ എത്തിക്കുവാനായി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്നും ഉറപ്പിച്ച് പഠിപ്പിക്കുവാനായി ഇവിടെ യേശുക്രിസ്തു ശ്രമിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിന് ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. വെയിറ്റ് ഫോർ ദ പ്രോമിസ് ഓഫ് ഗാഡ്. കാത്തിരിക്കണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. 5-ാം വാക്യത്തിൽ പറയുന്നു, അതായത് പരിശുദ്ധാത്മാവിന്റെ സ്നാനം കഴിയണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുന്ന അനുഭവമാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് വസിക്കുന്ന അനുഭവമാണ് പരിശുദ്ധാത്മാ സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനായി കാത്തിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ സാക്ഷികളാകും. നമ്മൾ ചിന്തിക്കുമ്പോൾ പലർക്കും ഒന്ന് വേദോത്സവം വായിക്കാനായിട്ട് പറഞ്ഞാൽ പോലും അവർക്ക് പറ്റില്ല. അവർ കേട്ടിരിക്കും ആദരവോടുകൂടി. ചിലക്കൊന്ന് പാടാനായിട്ട് സാധിക്കില്ല. ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അതും പറ്റുകയില്ല. ഒരുപക്ഷെ അവരൊറ്റയ്ക്ക് പ്രാർത്ഥിക്കുമായിരിക്കും. എന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്ന് ചോദിച്ചാൽ ആരുടെയും കുറ്റമല്ല. പരിശുദ്ധാത്മാവ് നമ്മൾ വരുമ്പോൾ മാത്രമേ നമുക്ക് ആ അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും കുറച്ച് വാചകമേള നടത്താൻ സാധിക്കുമായിരിക്കും. പ്രസംഗിക്കുവാനും പ്രാർത്ഥിക്കുവാനും ശുശ്രൂഷിക്കുവാനും ആരാധിക്കുവാനും ഒക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഇത് ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കാനുള്ളതല്ല. സഭയിലെ ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. സഭയിലെ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകനും കമ്മിറ്റിക്കും വേണ്ടി മാത്രമുള്ളതല്ല. എല്ലാവർക്കും അവർ കാത്തിരുന്നു. ശിഷ്യന്മാരും സ്ത്രീകളും ഒക്കെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് പറയണം, നിങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോകാതെ ദൗത്യ നിർവഹണത്തിനായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആവശ്യമായതുകൊണ്ടും നിങ്ങൾ കാത്തിരിക്കണം. അതുകൊണ്ട് ഇത് ലഭ്യമാകാതെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകരുത്. അയക്കാതെ ഈ ശുശ്രൂഷ ചെയ്യരുത്. ഈ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവും ദൈവം അയക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഇത് ആവശ്യമാണ്. ഈ അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം എന്നാണ് ഇവിടെ യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. 860 ഓയിൽ പെയിന്റുകളും 1300 ജലഛായ ചിത്രങ്ങളും വരച്ച് പ്രശസ്തനായ ഡച്ചുകാരൻ വാൻഗോ അദ്ദേഹം സാക്ഷ്യം പറയുന്നു. ഉന്നതത്തിൽ നിന്ന് ഒരു രശ്മി, പ്രചോദനത്തിന്റെ ഒരു കിരണം, അതില്ലാതെ യാതൊന്നും നിങ്ങൾക്ക് സൃഷ്ടിക്കാനാവില്ല. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ സൃഷ്ടികളെല്ലാം, ഓയിൽ പെയിന്റുകളും ജലഛായ ചിത്രങ്ങളുമെല്ലാം ഉന്നതത്തിലെ ദൈവത്തിന്റെ പ്രേരണയോടുകൂടി ഉള്ളതാണെന്ന് പറയാനായി ശ്രമിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ രശ്മി ഉന്നതത്തിൽ ലഭിക്കുന്നത് വരെ നഗരം വിട്ടു പോകരുതെന്ന് യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. അത് പ്രാപിക്കുവോളം കാത്തിരിക്കണം. അവരത് പ്രാപിക്കുകയും ചെയ്തു. ഇത് വില കൊടുത്ത് വാങ്ങുവാൻ സാധിക്കുന്ന ഒന്നല്ല. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 9 മുതൽ 24 ഭാഗം വായിക്കുമ്പോൾ
ശിമയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ ശിമോനല്ല, മറ്റൊരു വ്യക്തി, പരിശുദ്ധാത്മാവിനെ വിലയ്ക്ക് വാങ്ങാനായി പണം കൊണ്ടുവന്നു, ദ്രവ്യം കൊണ്ടുവന്ന് ശിഷ്യന്മാരെ കാൽക്കൽ വെച്ചു. അവനെ ശിഷ്യന്മാർ ശാസ്ത്രീയതായിട്ട് ദൈവത്തിൻ്റെ വേനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. പണം കൊടുത്ത് വാങ്ങാനായിട്ട് പറ്റുകയില്ല. ഹൃദയം കൊടുത്ത് കാത്തിരിക്കണം. കാത്തിരിക്കണമെന്ന് പറഞ്ഞാൽ വെറുതെ നോക്കിക്കൊണ്ടിരിക്കണമെന്നല്ല, ആകാംക്ഷയോടുകൂടി മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിന്റെ ഉപദേശം കേട്ട് ജ്ഞാനികളായാൽ പോരാ, അതനുസരിക്കണം. അത് ലഭിച്ചാലേ നാം ദൈവവിശ്വാസികളായി ദൈവത്തെ ആരാധിക്കുന്ന ആലയമായി മാറുകയുള്ളൂ. അപ്പോഴേ നമുക്ക് ആത്മീയമായ ആരാധന നടത്തുവാനും സാക്ഷിക്കുവാനും കഴിയുകയുള്ളൂ. കാത്തിരുന്ന് പ്രാർത്ഥിക്കുക ഈ അനുഭവത്തിനായി. തീർച്ചയായും ഈ അനുഭവത്തിൽ, ഈ നിറവിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവം മാറ്റിത്തരും. ഇപ്പോൾ നമ്മൾ വചനത്തിൽ പറയുന്ന പോലെ ഭാഗികമായി മാത്രം അറിയുന്ന അല്പമായി പൂർണ്ണമായ നിറവും പൂർണ്ണമായ അറിവും പൂർണ്ണമായ അഭിഷേകവും ദൈവത്തിൽ നിന്ന് വരുവാനായി, ദൈവത്തിൽ ലഭിക്കുവാനായി പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമ്മൾ കാത്ത് ഇരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെ ആത്മാവിനാൽ നിറയുന്ന ഒരനുഭവം സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. വാത്സല്യവാനായ കർത്താവേ, ആദ്യം മുതലേ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നു. വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആ പരിവർത്തനത്തിൻ്റെ ശക്തി തുറന്നുകൊണ്ടിരുന്നു. കർത്താവെ, വ്യക്തികളിലും ഉപകരണങ്ങളിലുമൊക്കെ അത് പ്രവർത്തിച്ചു. ബിലയാമിൻ്റെ കഴുതയിലും അത് പ്രവർത്തിച്ചു. കർത്താവെ, മോശയുടെ വടിയിൽ അത് പ്രവർത്തിച്ചു. ദാവീദിന്റെ കിന്നരത്തിൽ പ്രവർത്തിച്ചു. കർത്താവെ, അങ്ങനെ എലിയാവിന്റെ പുതപ്പിൽ പ്രവർത്തിച്ചു. വ്യക്തികളിൽ പ്രവർത്തിക്കുന്നു. അത് ദൈവം നമുക്ക് തരുമെന്ന് പ്രവാചകനിലൂടെ വാഗ്ദത്തം ചെയ്തു. നല്ല ഹൃദയം തരുമെന്നും പുതിയ ആത്മാവിനെ പകരുമെന്നും പഠിപ്പിച്ചു. ഞങ്ങളുടെ പാപങ്ങളെ ദൂരെ എറിഞ്ഞിട്ട് അതിനെ സ്വീകരിപ്പാനായി ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. എല്ലാവർക്കും അത് തരുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ടെന്നും ദൈവത്തിന് യാതൊരു വിധമായ പക്ഷഭേദവും ഇല്ല എന്നും ഞങ്ങളെ അറിയിച്ചു. ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. പിതാവിലും പുത്രനിലും ഈ ആത്മാവുണ്ടെന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൂടെയും ഞങ്ങൾ മനസ്സിലാക്കി. കർത്താവെ, ഈ ആത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തും എന്നും ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഞങ്ങളെ വഴി നടത്തും, ഞങ്ങൾക്ക് സുബോധം തരും, അഡ്വക്കേറ്റായി ഞങ്ങൾക്ക് വേണ്ടി വാദിക്കും, സഹായിയായി ഞങ്ങളെ സഹായിക്കും, നല്ല ഉപദേശം തരും, പാപബോധം തരും, ന്യായത്തെക്കുറിച്ചുള്ള ബോധം തരുമെന്നൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചു. ഇത് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു. ശിഷ്യന്മാരുടെ പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ ഇതിനെ പ്രാപിക്കണമെന്ന്, കാത്തിരിക്കണമെന്ന്. കർത്താവെ, ഒരു യെരൂശലേമിലേക്ക് കാത്തിരുന്നു. അത് കിട്ടിയാൽ നിങ്ങൾ സാക്ഷികളാകും. യെരൂശലേമിലും മാത്രമല്ല, ലോകത്തിലെമ്പാടും സാക്ഷികളാകും. സഭയ്ക്കത് ആവശ്യമാണ്. കർത്താവെ, ഞങ്ങൾക്ക് തരണമേ. ഇത് ഞങ്ങളൊരു പഠനത്തിലൂടെ മനസ്സിലാക്കുന്നത് പോലെ അങ്ങ് ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കുന്ന അനുഭവം, ആ നിറവിൽ അങ്ങയെ ഞങ്ങൾ മനസ്സിലാക്കുവാൻ, ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ ആത്മാവിനെ സ്പർശിച്ച് നിറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചല്ലോ, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത് എന്ന്. സ്ഥിരമായ ആത്മാവിനെ തരണമേ എന്ന്. കർത്താവേ, അതുകൊണ്ട് ഞങ്ങളിൽ സ്ഥിരമായ ഒരു ആത്മാവിനെ തരികയും അതിൽ നിറഞ്ഞ് ഞങ്ങൾ ആരാധിക്കുവാൻ, ബുദ്ധിയുള്ള ആരാധനയായി തന്നെ അങ്ങ് ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ ആത്മാവിൻ്റെ ശക്തി ലോകത്തിൽ വ്യാപരിച്ച് ലോകത്തിലുള്ള ദുഃഖങ്ങളെയും വേദനയും രോഗത്തെയും അങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. വാക്ക് പറഞ്ഞവൻ വാക്ക് മാറുകയില്ല. കർത്താവേ, ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ വാക്കിന് ഇന്ന് വിലയുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവ സർവശക്തനായ ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നതിനെയും
കാണപ്പെടാത്തതുമായുള്ള സകലത്തെയും സൃഷ്ടിച്ചവനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ ഏകകർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങൾക്കും മുമ്പേ തന്റെ പിതാവിൽ നിന്ന് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യത്തിൽ നിന്ന് സത്യവും, ജനിപ്പിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിന്റെ ദൈവത്വം അവനാൽ സർവ്വമുണ്ടായി. അവൻ മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയയിൽ അവതരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു. തിരുവെഴുത്തിൽ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കാൻ മഹത്വത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ വധിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകന്മാരുടെ പ്രേക്ഷിതനുമായ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. കാത്തോലിക്ക അപ്പോസ്തലികമായ ഏകവിശ്വാസത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെ ഏകബപ്തിസ്മയെ ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ ഉത്ഥാനത്തിനും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കഴിഞ്ഞൊരാഴ്ചക്കാലം നമ്മെ കാത്തു പരിപാലിച്ച മഹാകാരുണ്യവനായ കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ദേശത്തിനായി, രാജ്യത്തിനായി, രാഷ്ട്രങ്ങൾക്കായി ദൈവത്തോട് അപേക്ഷിക്കാം. ഈ മഹാവ്യാധിയിൽ നിന്ന് വേഗം വിടുതൽ പ്രാപിക്കുന്നതിനും ലോകർക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നതിന് ദൈവം കരുണ ചെയ്യുന്നതിനായി അപേക്ഷിക്കാം. നമ്മുടെ സഭയെ ഓർക്കാം. രോഗത്തിൻ്റെ പിടിയിൽ നിന്ന് സുഖം പ്രാപിച്ചവരെയും സുഖം പ്രാപിക്കപ്പെടുന്നവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ലിൻസിയുടെ അമ്മയ്ക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന കരങ്ങൾ സ്പർശിക്കുന്നതിനായിട്ട് അപേക്ഷിക്കാം. നമ്മുടെ അച്ഛനെയും കുടുംബത്തെയും ഓർക്കാം. അവരുടെ കർത്തവ്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നതിനും ദൈവം ശക്തീകരിക്കുന്നതിനുമായി പ്രാർത്ഥിക്കാം. സഭയിലെ ഓരോ അംഗങ്ങളെയും വ്യക്തികളായും കുടുംബമായും നോക്കാം. അവർ ആയിരിക്കുന്നിടത്ത് ദൈവം ഭദ്രമായി കാത്തുകൊള്ളുന്നതിനായി പ്രാർത്ഥിക്കാം. സഭയുടെ എല്ലാ സംഘടനകളെയും ഓർക്കാം. സൺഡേ സ്കൂൾ, യൂത്ത് ഫെലോഷിപ്പ്, വിമൻസ് ഫെലോഷിപ്പ്, ചർച്ച് സ്ക്വയർ, ബിൽഡിംഗ് കമ്മിറ്റി, ചർച്ച് കമ്മിറ്റി എല്ലാം ദൈവകരങ്ങളിൽ കരങ്ങളിക്കുക. ചർച്ച് പ്രോജക്റ്റിനെ ഓർക്കാം. എത്രയും വേഗം തടസ്സങ്ങൾ നീക്കി പണിതുയർത്തപ്പെടുന്നതിനായി പ്രാർത്ഥിക്കാം. ഇതെല്ലാം ഓർത്ത് ഓരോ അപേക്ഷകളുടെയും പിന്നാലെ കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് പ്രതിവാക്യമായി പറയാം. മേലിൽ നിന്നുള്ള സമാധാനത്തിനു വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെ ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മാർത്തോമ സഭയുടെ മെത്രോപോലിത്തയ്ക്ക് വേണ്ടിയും നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധ ഹൃദയത്തോട് നല്ല മനസ്സാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങൾ പോഷിക്കുവാൻ നമുക്ക് വേണ്ടിയും ക്രിസ്തുവിൻ്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭക്തരോടുകൂടെ തൻ്റെ അന്തമില്ലാത്ത സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിൻ്റെ ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിലോ ഞങ്ങളുടെ അജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിക്കുവാൻ ഞങ്ങൾ കഴിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പ് അവരെ സമർപ്പിക്കുവാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതയിൽ മനസ്സലിവുണ്ടായി. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ.
Glory be to God. With a thankful heart, let us bring praise to our Lord and Savior Jesus Christ, for He has healed our brother Jacob and Ponnachan. Lucas and family, Alfred Mohanraj and family are on their way to recovery. Praise be to God. Also, let us uphold Baiju's mother-in-law, who is COVID positive. Let us also pray for our congregation, our elders, children, and our presbyter in charge. Do not forget to pray for our project for its successful completion at the earliest. Thank you, Achin, Vijay and family, for helping us bring this worship together. Thank you. God bless us all. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ വരമേൽപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിച്ച് നമ്മോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നമ്മുടെ മേൽ ഉയർത്തി നമുക്കെല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഇടയിൽ ഉണ്ടായി നാം എല്ലാവരോടും, പ്രത്യേകിച്ച് വേദനയിലും ദുഃഖത്തിലും ഇരിക്കുന്ന ഈ ലോകത്തോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.